അടിയന്തരാവസ്ഥ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കും. ഭാരതത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ട ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസ് എന്ന പേരിൽ ആചരിക്കാനാണ് പ്രഖ്യാപനം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടേതാണ് ഈ പ്രഖ്യാപനം. 1975 ജൂൺ 25 ഇന്ദിരാഗാന്ധി സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഇത്രയും നാൾ അടിയന്തരാവസ്ഥക്കെതിരെയുള്ള വാർഷികങ്ങളൊക്കെ തന്നെ ആചരിച്ചു വന്നുവെങ്കിലും സർക്കാർ ഔദ്യോഗികമായി ഈ ദിവസം സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുമെന്നുള്ള പ്രഖ്യാപനം പുറത്തു വരികയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിവരങ്ങൾ ഗൗതം? വിനോദ, അല്പസമയം മുൻപാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഇത് സംബന്ധിച്ചുള്ള നിർണായകമായ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. അദ്ദേഹം എക്സിലൂടെ ഇക്കാര്യം അറിയിക്കുകയായിരുന്നു. ഇനി മുതൽ എല്ലാ വർഷവും ജൂൺ മാസം 25 സംവിധാൻ ഹത്യാ ദിവസ് എന്ന പേരിൽ കേന്ദ്ര സർക്കാർ ആചരിക്കും. നമുക്കറിയാം, ജൂൺ 25 പ്രത്യേകത നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് ഒരു ഭരണാധികാരിയുടെ കീഴിൽ എങ്ങനെയാണോ ഏകാധിപത്യം എല്ലാ മറയും നീക്കി പുറത്തു വരുന്നത്, അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ എന്നത്. അങ്ങനെ ഇന്ദിരാഗാന്ധി തനിക്കെതിരെ സുപ്രീം കോടതി വിധി വരുമ്പോൾ, അല്ലെങ്കിൽ അലഹബാദ് ഹൈക്കോടതിയുടെ വിധി വരുമ്പോൾ അതിനെ മറച്ചു വെച്ചുകൊണ്ട് തൻ്റെ ഏകാധിപത്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടിയാണ് 1975 ജൂൺ മാസം 25 രാത്രി 11:30 നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ആ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ദിനം ഇനി മുതൽ എല്ലാ വർഷവും കേന്ദ്ര സർക്കാർ സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കും എന്ന് പറയുമ്പോൾ അത് കൃത്യമായ സന്ദേശം കോൺഗ്രസിനെതിരെ കേന്ദ്ര സർക്കാർ നൽകുകയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണം എന്നത് ഭരണഘടനയെ നിലനിർത്താൻ വേണ്ടിയാണ് തങ്ങൾ പോരാടുന്നത് എന്നുള്ളതായിരുന്നു. ഇപ്പോഴും ലോക്സഭയിൽ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആണെങ്കിലും മറ്റ് കോൺഗ്രസ് നേതാക്കളാണെങ്കിലും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നു, അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വേണ്ടി തങ്ങൾ നിലനിൽക്കുന്നു എന്ന സന്ദേശം നൽകാൻ ശ്രമിക്കുകയാണ്. ഇതിനെ കൃത്യമായി പ്രതിരോധിക്കുന്ന BJPയുടെ നീക്കം കൂടിയാണ് ഇനി മുതൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ മാസം 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുന്നത്. കാരണം BJP അതിലൂടെ നൽകുന്ന സന്ദേശം നമ്മുടെ രാജ്യത്ത് ഒരിക്കൽ മാത്രമാണ് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെന്നും അതല്ലെങ്കിൽ BJPക്ക് 400 കിട്ടിയാൽ ഭരണഘടന തിരുത്തുമെന്നൊക്കെയുള്ളത് രാഷ്ട്രീയ സംവാദങ്ങളുടെ ഭാഗമായി വരുന്ന പ്രസ്താവനകളോ അതല്ലെങ്കിൽ അത് സാങ്കല്പികമായ പ്രസ്താവനകളോ ആണ്. നേരെ മറിച്ച് BJP നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ രാജ്യത്ത് യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ വന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത്, കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ്. അതിനാൽ അടിയന്തരാവസ്ഥയുടെ ചരിത്രം എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായി നമ്മുടെ രാജ്യത്തെ പുതുതലമുറ അറിയണം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. കാരണം അടിയന്തരാവസ്ഥയെപ്പറ്റി ഒരുപക്ഷെ 80കളിൽ ജനിച്ചവർക്കും 90കളിൽ ജനിച്ചവർക്ക് വരെ ഒരുപക്ഷെ വലിയ ധാരണ ഉണ്ടായേക്കാം. അതിന് മുൻപ് ജനിച്ച ആളുകൾ അടിയന്തരാവസ്ഥയുടെ ആ കറുത്ത നാളുകൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്തതാണ്. പക്ഷേ പിന്നീട് ഒരു 2000-ന് ശേഷം ജനിച്ചിട്ടുള്ള ഇപ്പോഴത്തെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ യുവത്വത്തിലേക്ക് ചുവട് വെക്കുന്ന ആളുകളെ സംബന്ധിച്ച് എന്താണ് അടിയന്തരാവസ്ഥ, അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കൊണ്ട് ഈ രാഷ്ട്രത്തിൽ എത്രത്തോളം നമ്മുടെ പുരോഗതിയെ പിന്നോട്ടടിച്ചു, അന്ന് എത്രത്തോളം ത്യാഗമാണ് ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാക്കളും അല്ലെങ്കിൽ അന്നത്തെ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ തെരുവിലിറങ്ങിയ സമൂഹം അനുഭവിച്ചത്, ഇക്കാര്യങ്ങളെല്ലാം പൊതുസമൂഹം അറിയണമെന്നത് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ജൂൺ മാസം 25 ഇനി മുതൽ സംവിധാൻ ഹത്യാ ദിവസ്, അതായത് ഭരണഘടനയെ ധ്വംസിച്ച ദിനം, ഭരണഘടനയുടെ മൂല്യങ്ങളെ ജയിലിൽ അടച്ച ദിനം എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ആചരിക്കാൻ പോകുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചാണിത് വലിയ തിരിച്ചടിയായി മാറുന്നത്. കാരണം ഇപ്പോൾ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് ഷോ ഓഫ് നടത്തുന്ന കോൺഗ്രസ് നേതാക്കൾ എങ്ങനെ ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെയുള്ള BJPയുടെ ഇപ്പോഴത്തെ നീക്കത്തെ പ്രതിരോധിക്കും എന്നതാണ് ഏറെ ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. വിനോദ്, തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ജൂൺ 25 ഇനി മുതൽ സംവിധാൻ ഹത്യാ ദിവസമായി കേന്ദ്ര സർക്കാർ ആചരിക്കും. ഈ പ്രഖ്യാപനം നടത്തിയത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. 1975 ജൂൺ 25 ഇന്ദിരാ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇതിന്മേലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ. ഈ വിഷയത്തിൽ ശ്രീജിത്ത് പണിക്കർ നമുക്കൊപ്പം ചേരുകയാണ്. സാമൂഹ്യ നിരീക്ഷകനാണ് അദ്ദേഹം. ശ്രീജിത്ത് പണിക്കർ, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനം ജൂൺ 25, അന്ന് സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. എത്രമാത്രം പ്രാധാന്യമുണ്ടാകും ഇനിയുള്ള വർഷങ്ങളിൽ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിനം
ഇങ്ങനെ ഒരു ദിവസമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയല്ലേ? കൂടുതൽ ആളുകളിലേക്ക് ഈ നമ്മുടെ ഭരണഘടനയെപ്പോലും ചങ്ങലക്കിട്ടുകൊണ്ട് പ്രഖ്യാപിച്ച ആ അടിയന്തരാവസ്ഥയുടെ ആ കരാൾ ഹസ്തത്തിൻ്റെ ഓർമ്മകൾ എത്രമാത്രം പുതുതലമുറയിലേക്ക് എത്തിക്കാൻ ഈ ഒരു ദിവസം ആചരിക്കുന്നത് കൊണ്ട് സാധിക്കും? ശ്രീ ശ്രീജിത്ത് പണിക്കർ. ഗൗതമിലേക്ക് തന്നെ വീണ്ടും പോകാം. ഗൗതം, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. അതായത് സംവിധാൻ ഹത്യാ ദിവസമായി ഇത് ആചരിക്കാനാണ് തീരുമാനം. ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥയെപ്പറ്റി ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. അടിയന്തരാവസ്ഥ സ്വാതന്ത്ര്യ സമരമായി പോലും അംഗീകരിക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ ഈ അടിയന്തരാവസ്ഥയെപ്പറ്റി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ വിവിധ സംഘടനകൾ ഉന്നയിക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ടെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും? ഗൗതം. വിനോദ്, ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് വിവിധ സന്നദ്ധ സംഘടനകൾ, സാമൂഹിക സംഘടനകൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത്. കാരണം അടിയന്തരാവസ്ഥ ഏതാണ്ട് 975 ജൂൺ മാസം 25 മുതൽ പിന്നീട് 1977 മാർച്ച് മാസത്തിൽ പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് പ്രഖ്യാപിക്കുന്നത് വരെ അതിഭീകരമായ ഭരണകൂട ഭീകരത നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്നു. ധാരാളം ചെറുപ്പക്കാർ അതിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈശ്വരവാര്യരുടെ മകനായിട്ടുള്ള രാജൻ, അതോടൊപ്പം തന്നെ വർക്കല വിജയൻ, നാദാപുരം കണ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചെറുപ്പക്കാർ ആ കാലത്ത് പോലീസിൻ്റെ കൊടിയ പീഡനത്തിൽ അത് ഉരുട്ടിയും നിർത്തി ഇടിച്ചും ഒക്കെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അതിനാൽ ആ കാലഘട്ടത്തിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് ഇപ്പോഴും ദേഹാസ്വസ്ഥ്യം അനുഭവിക്കുന്ന ആളുകൾ, അതായത് വൈകല്യം നേരിടുന്ന ആളുകൾ പോലുമുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സംഘടനകൾ അവർ വർഷങ്ങളായി തന്നെ ആവശ്യപ്പെടുന്ന ഒരു വിഷയം ഈ അടിയന്തരാവസ്ഥയെ രണ്ടാം സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്. അതിന് ഒരു ചരിത്രപരമായ അതിൻ്റെ കാരണം എന്നത് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് 1947 ഓഗസ്റ്റ് മാസം 14 അർദ്ധരാത്രിയിലാണ്. അതിന് മുൻപ് ഏതാണ്ട് 900 വർഷക്കാലത്തെ അധിനിവേശത്തിന് വിധേയപ്പെട്ട ഒരു രാഷ്ട്രമാണ് ഭാരതം എന്നത്. അതിൻ്റെ ചരിത്രം ഏതാണ്ട് 7-ാം നൂറ്റാണ്ട് മുതൽ ഇസ്ലാമിക അധിനിവേശം നമുക്കറിയാം. വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ഇസ്ലാമിക അധിനിവേശത്തിന് ഈ രാഷ്ട്രം വിധേയമാക്കപ്പെട്ടു. അതിനുശേഷം ഫ്രഞ്ചുകാരും ഡച്ചുകാരും ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷുകാരും നമ്മുടെ രാജ്യത്ത് വരികയും നമ്മളെ അടിമകളാക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രമാണ്. അങ്ങനെ ഏതാണ്ട് 900 വർഷക്കാലത്തെ തീവ്രമായ അധിനിവേശത്തെ പ്രതിരോധിച്ച ഒരു മഹത്തായ രാഷ്ട്രമാണ് ഇത്. അങ്ങനെ ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് 947 പൂർണ്ണമായ സ്വാതന്ത്ര്യം ഈ രാഷ്ട്രത്തിന് ലഭ്യമാകുന്നത്. അങ്ങനെ ലഭിച്ച സ്വാതന്ത്ര്യം, അതിനുശേഷം ഈ നാടിന് ഒരു ഭരണഘടനയുണ്ടാകുന്നു. ഭരണഘടനയിൽ അടിസ്ഥാനമാക്കിയുള്ള ഭരണ സംവിധാനം നിലവിൽ വന്ന് തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നു. അങ്ങനെ ഈ നാട്ടിൽ ഒരു ഭരണഘടന ഉണ്ടാവുകയും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മുടെ നാട് ചുവട് വയ്ക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഒരിക്കൽ മാത്രമാണ് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം നമുക്ക് ഇല്ലാണ്ടായത്. അത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയാണ് എന്നതാണ് അതിൻ്റെ ചരിത്രം. 975 ജൂൺ മാസം 25-ാം തീയതി അർദ്ധരാത്രി മുതൽ പിന്നീട് 977 മാർച്ച് മാസം 21-ന് ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നത് വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായും ഈ നാട്ടിൽ മനുഷ്യന് സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട കാലഘട്ടമാണ്. നമുക്ക് ലഭിച്ച എല്ലാ ഭരണഘടനാ അവകാശങ്ങൾ, അത് ഏത് തരത്തിലുള്ള അവകാശങ്ങളാണെങ്കിലും അതെല്ലാം ഹനിക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. അത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടുള്ള, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം സ്വാതന്ത്ര്യം ഹനിച്ചുകൊണ്ടുള്ള സർക്കാർ തലത്തിലുള്ള ഒരു തീരുമാനം തന്നെയായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത്. 1975 ജൂൺ 25. ഇപ്പോൾ ആ ദിവസമാണ് സംവിധാൻ ഹത്യാ ദിവസമായി സർക്കാർ തന്നെ നേരിട്ട് അത് ആചരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്.